പ്രിയ, ഇന്ന് NDTV പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത. അവിടെ ഗാസയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന പാർലേജി എന്ന് പറയുന്ന ബിസ്ക്കറ്റ് 5 രൂപ വില വരുന്ന പാക്കറ്റ്, അത് ഗാസയിൽ അതിൽ ഇന്ത്യൻ റുപ്പിയുടെ വിൽപ്പന വില 2240 രൂപയാണ്. അയ്യോ, വല്ലാത്ത വിലയാണല്ലോ അത്. അതിന് കാരണമായിട്ട് അത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഉള്ളൊരു ഗാസയിലുള്ള ഒരു മുഹമ്മദ് ജാവേദ് എന്ന് പറയുന്ന ഒരാളുടെ എക്സ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത്. അയാൾ പറയുന്നു, കുറച്ച് ദിവസം മുമ്പ് വരെ 1.5 യൂറോ വിലയുണ്ടായിരുന്ന പാർലേജി ബിസ്ക്കറ്റിന് ഇപ്പോൾ 24 യൂറോ ആയി. പെട്ടെന്നാണ് ഈ വിലവർധന ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് NDTV അന്വേഷിക്കുന്നുണ്ട്. അവർ പറയുന്നു, ഈ പാക്കറ്റ് പാർലേജി എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന സാധനം. സാധാരണ ഈ എന്തെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങുമ്പോൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന സംഗതിയാണ് ഈ ബിസ്ക്കറ്റ്. ധാരാളമായി നമ്മുടെ പ്രളയകാലത്തൊക്കെ ഉണ്ടായി. സമാനമായി ഗാസയിലും ഇതേപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യമായി വിതരണം ചെയ്യാൻ കൊണ്ടുചെന്ന സാധനമാണിത്. പക്ഷേ ഇത് കുറച്ചധികം പേര് മാത്രം ഇത് കൈയടക്കി വെച്ചിട്ട് ഇത് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയൊരു വില ഉണ്ടായത്. വാസ്തവത്തിൽ അങ്ങനെ ഗാസയിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അവിടെ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദി പ്രസ്ഥാനം അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കാനും ഈ കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുക, അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർക്ക് അയ്യോ തായി കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന, ആളുകൾ മരിക്കുന്നതെന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് മൊത്തം ഈ ഫണ്ട് വാങ്ങിച്ചെടുത്ത് പുട്ടടിക്കാൻ പറ്റുള്ളൂ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടിയെന്ന്. അല്ലാതെ അവിടെ വികസനം വരുന്നതിലോ അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതോ അവിടുത്തെ ജനങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നതിലോ ഒന്നും ഈ ഹമാസുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത്രയും വൃത്തികെട്ട നീചന്മാരായിട്ടുള്ള ജന്തുക്കളാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് അവിടെ ഇസ്രയേൽ ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. ഭക്ഷണ വിതരണം നടത്തുമ്പോഴത്തേക്കും അവിടെ ഈ ഹമാസിൻ്റെ ആൾക്കാർ വന്നിട്ട് വേറെ ഈ UN ആണ് കൊടുത്തിരുന്നത്. UN ആണ് അവിടെ ഇസ്രയേൽ കൊടുക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ വെച്ചുകൊണ്ടുള്ള ഭക്ഷണ വിതരണം നടത്തിയിരുന്നത്. അപ്പോൾ UN സ്വാധീനിച്ചും പല ആൾക്കാരെ ബന്ധപ്പെട്ട് ഈ ഹമാസ് വന്നിട്ട് ഈ ഭക്ഷണവും സാധനങ്ങളും എല്ലാം തട്ടിയെടുത്തിട്ട് കരിഞ്ചന്തയിൽ വിൽക്കും. അവർ കൊണ്ടുവന്ന പണക്കാരായിട്ടുള്ള ധനികരായിട്ടുള്ള ഗാസാനിവാസികൾക്ക് മാത്രമേ ഈ പറയുന്ന ഈ ഭക്ഷണം അവൈലബിൾ ആയിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇസ്രയേൽ അവിടുത്തെ ഭക്ഷണ വിതരണവും അങ്ങോട്ടുള്ള സപ്ലൈ നിർത്തിവെച്ചിട്ട് സ്വന്തം നിലയ്ക്ക് ഇതെല്ലാം വിതരണം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെടിവെയ്പ്പ് ഉണ്ടാക്കും. അവിടെ വന്ന് ഇവർ അതിക്രമം കാണിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്ഫോടന വസ്തുക്കൾ എറിയും, ഇല്ലെങ്കിൽ ദൂരെ നിന്ന് വെടിവെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈന്യം തിരിച്ചടിക്കുമ്പോൾ ആൾക്കാർ ഈ പറയുന്ന ഹ്യൂമൻ ഷീൽഡിനെ വെച്ചിട്ടാണ് ഈ ഹമാസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരും കൊല്ലപ്പെടും, അതിൻ്റെ കൂടെ ഈ ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെടും. അപ്പോൾ ഇതാണ് നിരന്തരമായിട്ട് ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അവിടെ വെടിവെയ്പ്പ് നടന്നു, 10-17 പേര് മരിച്ചു. ഇവർ വന്ന് വെടിവെയ്പ്പ് നടത്തുന്നത്, അതിൻ്റെ CCTV വിഷ്വലെല്ലാം ഇസ്രയേൽ പുറത്തു വിട്ടിട്ടുണ്ട്. ഇവന്മാരൊക്കെയാണ് വന്ന് വെടിവെയ്പ്പ് നടത്തിയിട്ട് പോയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവും ഇസ്രയേൽ വെളിയിൽ വിടുന്നു. അപ്പോൾ ഇതാണ് നിരന്തരമായി ഈ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കൃത്രിമ വിലക്കയറ്റമാണ് ഹമാസിൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്നത്. കാരണം ആൾക്കാരുടെ കയ്യിൽ ഈ ഭക്ഷണ സാമഗ്രികൾ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ സാധാരണ നിലയ്ക്ക് അവിടെ ജീവിക്കും. അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹമാസ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഭക്ഷണം, മരുന്ന്, വെള്ളം ഇതൊക്കെ വിതരണം ചെയ്യാനായിട്ട് പിന്നെ UN-ൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ പ്രത്യേക കേന്ദ്രങ്ങൾ അവിടെ തുറന്നിട്ടുണ്ട്. അവിടെ ഈ സുരക്ഷാ സേനയുടെ സംരക്ഷണയിൽ ക്യൂ നിന്ന് വാങ്ങണം. ആ നിലയിലായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പാർലേജി ബിസ്ക്കറ്റിന് ഏതാണ്ട് 2400 രൂപയോളാണ് ഇപ്പോൾ അവിടെ വില കണക്കാക്കുന്നത്. ഇനി വേറെ ചില സംഗതികൾ കൂടിയുണ്ട്. അതിൻ്റെയും കൂടി വില കേട്ടാൽ കുറച്ചുകൂടി ഒന്ന് ഞെട്ടാൻ പറ്റും. 1 കിലോ പഞ്ചസാര 4914 രൂപ. 1 ലിറ്റർ കുക്കിംഗ് ഓയിൽ 4177 രൂപ. 1 കിലോ ഉരുളക്കിഴങ്ങ് 1965 രൂപ. 1 കിലോ ഉള്ളി 4423 രൂപ. 1 കപ്പ് കോഫിക്ക് 1800 രൂപ കൊടുക്കണം. ഇതെല്ലാം ഇസ്രയേലി ഷേക്കലിലാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കറൻസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രയേലി ഷേക്കലിൻ്റെ മൂല്യം 24 രൂപ 57 പൈസയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. എങ്കിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭീകരമായ ഒരു വിലയിലാണ് അവിടെ സാധനങ്ങളൊക്കെ വിറ്റഴിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഹമാസ് തന്നെയാണോ?
അതെ, തീർച്ചയായിട്ടും. അതിനെല്ലാം ഇവർ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാമഗ്രികൾ പിടിച്ചെടുക്കും. മുൻപൊരു വീഡിയോ ഡോക്ടർ ഹാരിഫ് ഹുസൈൻ പുറത്തുവിട്ടിരുന്നു. അതായത് പാലസ്തീൻകാരൻ അയാൾ ഗാസക്കാരനായ ഒരാൾ ഭക്ഷണം വാങ്ങിക്കാൻ നിന്നപ്പോൾ ഹമാസിൻ്റെ ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. അവർക്ക് പിടിച്ചെടുക്കണമല്ലോ, വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഇയാൾ ഇല്ല വാങ്ങിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അയാളുടെ കാലിൽ വെടിവെച്ചു. അതിൻ്റെ ഒരു വിഷ്വല് ഡോക്ടർ ആരിഫ് ഹുസൈൻ പുറത്തു വിട്ടിരുന്നു. അതിൽ കാണിച്ചിട്ട് ഇതാണ് ഈ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസിനെതിരെ ഗാസയിൽ പ്രക്ഷോഭം ഉണ്ടായത്. ഹമാസ് പോകണം, ഞങ്ങൾക്ക് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്തു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ കയ്യിലിരിപ്പ് ഇതായതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നലെ ഈ ബോംബിങ്ങിൽ 10-40 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു. ഇസ്രായേൽ US ഇരട്ട പൗരത്വമുള്ള ഗാഡി ഹാഗിയുടെയും ഭാര്യ ജൂഡി വെൻസ്റ്റെയിൻ്റെയുമാണ് മൃതദേഹങ്ങളാണ് ഖാൻ യൂനിസിൽ നിന്ന് സൈന്യം കണ്ടെടുത്തത്. ഗാസയിൽ ശേഷിക്കുന്ന 58 ബന്ദികളിൽ പകുതിയോളം പേർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് കരുതുന്നത്. അതിനിടെ ബുധനാഴ്ച നിർത്തിവെച്ച ഭക്ഷണ വിതരണം ഭാഗികമായി പുനരാരംഭിച്ചതായി ഇസ്രായേൽ US പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അറിയിച്ചു. ഇതിൽ നിന്നെന്ന് മനസ്സിലാക്കാം, ഈ ഹമാസ് ഈ പിടിച്ചോണ്ട് പോയി ബന്ദികളെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുക. പകുതി ബന്ദികളെ ഇനി 58 പേരിൽ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10-20 പേര് ജീവനോടെ ഉള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ കൊന്നു. അവരുടെ മൃതദേഹങ്ങൾ അവിടെ ഇവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രയേൽ ഒരു ബന്ദി അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്കും ഇവർ കൈമാറേണ്ടത് 1000-1500 തടവുപുള്ളികളെയാണ്. അങ്ങനെ പല യഹ്യാ സിൻവാറിൻ്റെ സഹോദരനടക്കമുള്ള തടവുപുള്ളികളെ അങ്ങനെ ഇസ്രയേൽ വിട്ടയച്ചിരുന്നു. ഈ വിട്ടയക്കുന്നവന്മാർ കംപ്ലീറ്റ് പോയിട്ട് മിസൈലും തോക്കുമായിട്ട് തിരിച്ചു വരികയാണെന്നേ. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇസ്രയേൽ കാണിച്ച ഒരു കരുണ കാണിച്ചാൽ അവന്മാർ 9 ദ്രോഹം ഇരട്ടി തിരിച്ചു ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിന് സ്വാഭാവികമായിട്ട് ഇവന്മാർ ഒളിച്ചിരിക്കേണ്ടിടത്തേക്ക് ബോംബിടേണ്ടി വരും. ഇവർ മിക്കവാറും പോയി ഒളിച്ചിരിക്കുക, ഹമാസ് തീവ്രവാദി ഒളിച്ചിരിക്കുക, ഹോസ്പിറ്റലുകൾ, വിദ്യാലയങ്ങൾ, അതിൻ്റെയൊക്കെ അടിയിലൊക്കെയാണ് ബങ്കറുകൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുന്നത്. അവിടേക്ക് ഇസ്രായേലിന് സ്വാഭാവികമായിട്ട് ബോംബിടേണ്ടി വരുമ്പോഴത്തേക്കും സാധാരണ ജനങ്ങൾ മരിക്കും. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ്. സ്വന്തം നിലയ്ക്ക് അവർക്ക് അവരുടേതായ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ തിരിച്ചു വന്ന് പണം കൊടുത്തു വാങ്ങി താമസിച്ചതാണ് ഇസ്രായേൽ. ഒരിക്കലും ഗാസയിലുള്ള ആരുടെയും അഭയാർത്ഥികളായിട്ട് ചെന്ന് കയറിയതല്ല ഇസ്രായേലുകാർ അവിടെ പണം കൊടുത്തു വാങ്ങിയതാണ് ഭൂമി പണം കൊടുത്തു വാങ്ങിയത്. 1970 എന്തിനാണ് ഈ പറയുന്ന ജോർദാനിൽ നിന്ന് പലസ്തീൻകാരെ പുറത്താക്കിയത്? ആ പുറത്താക്കിയ ആൾക്കാരെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഇസ്രായേൽ ഇസ്രായേൽ നശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കയറ്റി വിട്ടതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നടപടികളൊക്കെ എടുത്താൽ ശരിക്കും ഈ പാലസ്തീനികളുടെ രാജ്യം എന്ന് പറയുന്നത് ജോർദാനാണ്. ജോർദാൻ നദിക്ക് കിഴക്ക് ഭാഗമാണ് അവരുടെ ഈ പറയുന്ന പാലസ്തീൻ. അതെങ്ങനെ പാലീസുകളുടെ രാജ്യം അവിടെയാണ്? ചരിത്രം പരിശോധിച്ച് അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക. പോട്ടെ, ഈ രാജ്യത്ത് സമാധാനമായിട്ട് കഴിയുകയാണെങ്കിൽ ഇവർക്ക് കഴിയാമല്ലോ. പക്ഷേ ഹമാസ് ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് പേരിൽ കൊള്ളയടിക്കുക, ആശുപത്രികളുടെ പേരിൽ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുക, നിരന്തരമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക, യുദ്ധത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും നടന്ന് പണം പിരിക്കുക. ഏറ്റവും ക്രൂരമായ പ്രവൃത്തിയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.